Hello friends, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിലെ ബൈനറി ഓപ്പറേഷൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബൈനറി ഓപ്പറേഷന് മെയിൻലി 4 പ്രോപ്പർട്ടീസാണുള്ളത്: കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ആൻഡ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി. ഇതിലെ ആദ്യത്തെ 2 പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രോബ്ലംസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ on the set X is called commutative if A star B equal to B star A for every A B is an element of X. ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: A star B equal to B star A. എക്സാമ്പിൾ നമുക്കൊരു അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കാം. അതായത് ഇവിടെ 3 + 4 = 4 + 3. അതായത് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കാരണം എങ്ങനെ എഴുതിയാലും ഓർഡർ മാറി എഴുതിയാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ്. A star B equal to B star A എന്നൊരു ഫോർമാറ്റിൽ നമുക്കിത് എഴുതാൻ പറ്റും. അതുകൊണ്ട് അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഒരു സബ്ട്രാക്ഷൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 3 - 4 ≠ 4 - 3 അല്ലേ. 3 - 4 നമുക്ക് കിട്ടുന്നത് -1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതുപോലെ 4 - 3 നമുക്ക് കിട്ടുന്നത് +1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അത് രണ്ടും ഈക്വൽ അല്ല. അപ്പം അതുകൊണ്ട് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. കാരണം നമുക്ക് തന്നെ 3 - 4 = 4 - 3 എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഒരു കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മൾ പറഞ്ഞു ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ A star B equal to B star A for every A, B is an element of X. Example 34. Show that plus from R cross R to R and multiplication from R cross R to R are commutative binary operations, but minus from subtraction from R cross R to R and division from R star cross R star to R star are not commutative. അതായത് നമുക്കിവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ സബ്ട്രാക്ഷനും ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് സിൻസ് നമ്മളൊരു വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു അഡീഷൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ A + B = B + A എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ A × B = B × A എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പറയാം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. സിൻസ് A + B = B + A and A × B = B × A for every A B is an element of R, therefore addition and multiplication are commutative binary operation അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. പക്ഷേ മൈനസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. കാരണം എന്താ? സിൻസ് 3 - 4 ≠ 4 - 3. അതുപോലെ ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിവിഷൻ 3 / 4 ≠ 4 / 3 ആണ്. അതുകൊണ്ട് ഡിവിഷൻ എന്ന് പറയുന്നതും ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. 35. Show that star from R cross R to R defined by A star B equal to A + 2B is not commutative. കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? A star B equal to B star A ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് A star B equal to A + 2B എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? A star B കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എയുടെ വാല്യൂ 3 എന്നെടുത്തു, അതുപോലെ ബിയുടെ വാല്യൂ 2 എന്നെടുത്തു. ദാറ്റ് ഈസ് A star B equal to A + 2B എന്നാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും: 3 + 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 4. 3 + 4 = 7. അതായത് A star B കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് B star Aയും കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാർ = B + 2A എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ 2 ആണ്. 2 + 2 × 3 അതായത് എയുടെ വാല്യൂ ഇവിടെ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 6. 2 + 6 എന്ന് പറയുമ്പോൾ നമുക്ക് 8 എന്ന വാല്യൂ ആണ് ലഭിക്കുന്നത്. അതായത് A star B = 7 എന്ന് ലഭിച്ചു. അതുപോലെ B star A = 8 എന്ന് ലഭിച്ചു. അതായത് ഇവിടെ സിൻസ് A star B ≠ B star A, the star is not commutative. ഇവിടെ A star B ≠ B star A ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്തു. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം A cross A to A is said to be associative if A star B star C equal to A star B star C
for all A, B, C is an element of A. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ഒരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ് A star B star C equal to A star B star C ആയിരിക്കണം. അതായത് ഏത് രീതിയിൽ നമ്മൾ ഓപ്പറേഷൻ നടത്തിയാലും നമുക്ക് അവിടെ കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കണം. ഉദാഹരണം നോക്കാം. ഇവിടെ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2, അതുപോലെ സിയുടെ വാല്യൂ 3 എന്നെടുത്തു. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് A star B സ്റ്റാർ സി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 1 × 2 × 3 എന്ന് എഴുതാം. നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്താ 1 × 2 2 ആണ്. ദാറ്റ് ഈസ് 2 × 3 = 6 എന്ന് ലഭിച്ചു. അതുപോലെ നമുക്ക് A സ്റ്റാർ ബി സ്റ്റാർ സിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ A സ്റ്റാർ ബി സ്റ്റാർ സി നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് 1 × 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 × 3 = 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതായത് ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ A സ്റ്റാർ ബി സ്റ്റാർ സിയും അതുപോലെ A സ്റ്റാർ ബി സ്റ്റാർ സിയും സെയിം ആയിട്ടാണ് നമുക്ക് ലഭിച്ചത്. രണ്ട് സൈഡും ഈക്വൽ ആണ്. സോ നമുക്ക് പറയാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി ഇത് തന്നെ നമുക്ക് അഡീഷൻ നടത്തി നോക്കാം. അപ്പോൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് ബി ഈക്വൽ ടു ഹിയർ A equal to 1, B equal to 2 and C equal to 3. And substituting all the values we will get like this A star B star C equal to 1 + 2 + 3. അപ്പോൾ നമുക്കറിയാം 1 + 2 = 3 then 3 + 3 that is equal to 6. അതായത് A star B star C ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന ആൻസർ ആണ് ലഭിച്ചത്. അതുപോലെ തന്നെ A star B star C ചെയ്ത് നോക്കാം. A star that is equal to 1 + 2 + 3 that is equal to 1 + 5. 1 + 5 = 6. അഡീഷൻ നടത്തിയപ്പോഴും A star B star C equal to A star B star C എന്നാണ് നമുക്ക് ലഭിച്ചത്. മനസ്സിലായോ? അതായത് അഡീഷനും ഒരു അസോസിയേറ്റീവ് ഓപ്പറേഷനാണ് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ A equal to 1, B equal to 2, C equal to 3 എന്ന സെയിം വാല്യൂസ് തന്നെ നമ്മൾ എടുത്തു. സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. A star B star C equal to 1 - 2 - 3. 1 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് -1 ആണ്. ദാറ്റ് ഈസ് -1 - 3 = -4. അതായത് A star B star Cയുടെ വാല്യൂ നമുക്ക് -4 എന്ന് ലഭിച്ചു. അടുത്തതായിട്ട് A star B star C ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എയുടെ വാല്യൂ 1 ആണ്. 1 - 2 - 3. ഹിയർ 2 - 3യുടെ വാല്യൂ -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - -1 വരും. സോ -1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് 2 എന്നാണ്. ദാറ്റ് ഈസ് അതായത് ഇവിടെ A star B star C equal to -4 അതുപോലെ A star B star C equal to 2 എന്നാണ് ലഭിച്ചത്. അതായത് ഇത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഇവിടെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. ഇതുപോലെ ഡിവിഷൻ എടുത്ത് നോക്കിയാലും ഡിവിഷനും ഒരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 37 ഷോ ദാറ്റ് സ്റ്റാർ ഫ്രം R cross R to R given by A star B equal to A + 2B is not associative. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A star B equal to A + 2B എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം അസോസിയേറ്റീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അസോസിയേറ്റീവ് ആകണമെങ്കിൽ A star B star C equal to A star B star C for all A, B, C is an element of A എന്നാണ് ഇവിടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3 ആൻഡ് C equal to 4 എന്നെടുത്തു. ദെൻ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ ഇക്വേഷൻ്റെ A star B star C എന്ന പാർട്ട് കാണാം. ദാറ്റ് ഈസ് A star B star C equal to ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് A star B A + 2B എന്ന് എഴുതാം. A + 2B + C എന്നാണ് വരുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ 4 ആണ്. അതായത് എയുടെ വാല്യൂ 2 ആണ്. 2 + ബിയുടെ വാല്യൂ 3 ആണ്. 2 × 3 6 ദാറ്റ് ഈസ് 2 + 6 + 4 എന്ന് നമുക്ക് ലഭിക്കുന്നു. അതായത് 8 + 4 = 12. അതായത് ഇവിടെ A star B star C ചെയ്തപ്പോൾ നമുക്ക് 12 എന്ന വാല്യൂ ആണ് ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്ക് A star B star C കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ A star B star C എന്ന് വരുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ 2 ആണ്. 2 + B star C നമുക്ക് എങ്ങനെ എഴുതാം? B + 2C എന്ന് എഴുതാം. ഇനി ഓരോ വാല്യൂസും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 + ബിയുടെ വാല്യൂ 3 ആണ്. 3 + 2 × C. സിയുടെ വാല്യൂ 4 ആണ്. 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 + 2 × 4 8 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 3 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 11. 2 + 11 = 13.
ഹിയർ എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എ സ്റ്റാർ ബി 2a + 2b എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ഓപ്പറേഷൻ അല്ല എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 2 പ്രോപ്പർട്ടീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്